മത്സരിക്കാനില്ലെന്ന് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കിയതിന് പിന്നാലെ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നില്ലെന്നാണ് പറഞ്ഞതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. വയനാട് എം.പി ആയിരുന്ന എം.എ. ഷാനവാസ് മരിച്ചതോടെ അവിടെ നിന്ന് കെ.സി. മത്സരിച്ചേക്കുമെന്ന് മുമ്പ് സൂചനയുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലാണ് മുല്ലപ്പള്ളിയുടെ പ്രസ്താവന. പല സംസ്ഥാനങ്ങളുടെയും തിരഞ്ഞെടുപ്പ് ചുമതലയുള്ളതിനാൽ തനിക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ സജീവമാകാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് കെ.സി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിൽ കെ.സി. ആണിപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. കേരളത്തിലെ ഏത് നേതാവിന് മുകളിൽ കെ.സി. എത്തിയതിൽ പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ.സിക്ക് താഴെയാണിപ്പോൾ. അതിനാലാണ് ഉമ്മൻചാണ്ടി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാകാഞ്ഞത്. ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഇപ്പോൾ കെ.സിക്ക് ഒപ്പമാണ്. അതിനാൽ കെ.സിയുടെ വളർച്ച ചെന്നിത്തലയ്ക്ക് വലിയ ഭീഷണിയാണ്. ഇവരെല്ലാം കൂടെ കൈകോർത്താൽ ആലപ്പുഴയിൽ തന്റെ കാര്യം കട്ടപ്പുകയാകുമെന്ന് കെ.സിക്ക് അറിയാം. അതിനാലാണ് ഇത്തവണ പ്രവർത്തകർ സംബന്ധിച്ചിട്ടും അംഗം കുറിക്കാൻ ഇറങ്ങാത്തത്. എന്നാൽ കെ.സിക്ക് സുരക്ഷിതമായ മണ്ഡലം നൽകണമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ നിർദ്ദേശം നൽകിയതായാണ് വിവരം. കർണാടകത്തിന്റെ ചുമതല കൂടി കെ.സിക്കുണ്ട്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജെ.ഡി.യു സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞത് കെ.സിയുടെ നേട്ടമാണ്. ബി.ജെ.പി പലതവണ സർക്കാരിനെ താഴെയിറക്കാൻ നോക്കിയെങ്കിലും ആ ശ്രമമെല്ലാം കെ.സി പൊളിച്ചു. അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായതും സംഘടനാ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ആയതും. അതുകൊണ്ട് കെ.സിയെ വിട്ടി കേരളത്തിലെ നേതാക്കൾക്ക് വലിയ കളി കളിക്കാനൊക്കില്ല. അവർക്ക് രാഹുൽ ഗാന്ധി തടയിടുമെന്ന് വ്യക്തമായി അറിയാം. മാത്രമല്ല, രാഹുൽ പ്രധാനമന്ത്രി പദത്തിലെത്തിയാൽ പാർട്ടി കാര്യങ്ങളുടെ ചുമതല കെ.സിക്കായിരിക്കും. അതെല്ലാം മുന്നിൽ കണ്ടാണ് മുല്ലപ്പള്ളി കെ.സിയെ മത്സരിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കോട്ടയം സീറ്റ് സംബന്ധിച്ച കേരള കോൺഗ്രസിലുണ്ടായ തർക്കങ്ങൾ അവരുടെ ആഭ്യന്തര പ്രശ്നമാണെന്നും കോൺഗ്രസ് അതിൽ ഇടപെടില്ലെന്നും അവർ തന്നെ പരിഹരിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായാൽ ഇടപെടുമെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. രമ്യമായി സ്ഥാനാർത്ഥിത്വം നടത്തണമെന്ന കോൺഗ്രസ് കേരള കോൺഗ്രസിന് നിർദ്ദേശം നൽകിയിരുന്നു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണയുടെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടെന്നും നിയമവശം പരിശോധിച്ച ശേഷം മറുപടി നൽകാമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.